അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. ആളുകൾ നിങ്ങളോട് പരുഷമായി പെരുമാറുമ്പോൾ നിശബ്ദത പാലിക്കുക. അവർ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണെന്നല്ല, അവർ ആരാണെന്നതാണ് അവിടെ വെളിപ്പെടുന്നത്. ഒരു മനുഷ്യന് സമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം അവൻ്റെ ബഹുമാനമല്ല, അത് അവൻ്റെ സമ്പത്തിൻ്റെ ബഹുമാനമാണ്. കോപം മനുഷ്യൻ്റെ ശത്രുവാണ്. നിന്നെ സ്നേഹിക്കുന്നവരെപ്പോലും അത് നിന്നിൽ നിന്ന് അകറ്റും. എന്നാൽ ക്ഷമ ജീവിതത്തിലെ നല്ല ശീലങ്ങളിൽ ഒന്നാണ്. അത് മനുഷ്യന് ഒരു അലങ്കാരമാണ്. ശത്രുവിനെപ്പോലും തൻ്റെ സ്നേഹിതനാക്കാൻ ക്ഷമയുള്ളവന് കഴിയും. പറക്കുക. മുകളിൽ ആകാശം ഉള്ളിടത്തോളമല്ല, ഉള്ളിൽ ആകാശം ഉള്ളിടത്തോളം. ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ സന്തോഷമുള്ളതായിരിക്കില്ല. ആ ചിരിക്കു പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കാരെയെങ്കിലും സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണെങ്കിൽ അവരെ സഹായിക്കുക. ആ വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നിങ്ങളിലൂടെയാവാം ചിലപ്പോൾ ഉത്തരം നൽകുന്നത്. ഒരാൾക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് എല്ലായ്പ്പോഴും മരുന്നുകൾ മാത്രം മതിയാവില്ല. സ്നേഹം, മനസ്സമാധാനം ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ആത്മധൈര്യവും കൂടി അതിന് ആവശ്യമാണ്. ഒരാളൊന്ന് താഴ്ന്നു തരുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് കരുതരുത്. സത്യത്തിൽ നമ്മളാണ് പരാജയപ്പെടുന്നത്. കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ സൂക്ഷിക്കണം. ആഗ്രഹങ്ങളാണ് നമ്മളെ പലപ്പോഴും നേട്ടങ്ങളിൽ എത്തിക്കുന്നത്. മലയോളം ആഗ്രഹിക്കുക, എങ്കിലേ നമുക്ക് ചെറിയ കുന്നോളമെങ്കിലും ലഭിക്കുകയുള്ളൂ. നാവ് വളരെ ചെറുതും ഭാരം ഇല്ലാത്തതുമാണ്. എന്നാൽ അതിന് നിങ്ങളെ പർവ്വതത്തേക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴെ എത്തിക്കാനും കഴിയും. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അവസാനിപ്പിക്കാൻ വളരെ വേഗം കഴിയുന്നതും തിരിച്ചു കിട്ടാൻ അതിലേറെ പ്രയാസമുള്ളതുമായ ഒന്നാണ് ബന്ധങ്ങൾ. ആരോടും പറയാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചില വ്യക്തികളോട് പറയുന്നത് അയാളോട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അയാൾക്ക് നമ്മളെ മറ്റാരേക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. സമ്പാദ്യത്തിൻ്റെ നിർവചനം പണം കൊണ്ട് മാത്രം നിർണ്ണയിക്കപ്പെടുന്നില്ല. അനുഭവം, ബന്ധം, സ്നേഹം, ബഹുമാനം, പാഠങ്ങൾ എല്ലാം സമ്പാദ്യത്തിൻ്റെ രൂപങ്ങളാണ്. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി ആഗ്രഹിച്ച് അത് നേടിയെടുക്കുക. ഇതൊന്നും സ്വയമല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കുക. ചതിക്കപ്പെടുകയാണെന്ന് തോന്നിയാൽ പിന്നെയും അവിടെ നിൽക്കാതെ അടുത്ത നിമിഷം തിരിഞ്ഞു നടക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയട്ടെ. ജീവിതം എന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ദുഃഖത്തിൽ നിന്നും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ ശീലിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ഒരു ലക്ഷ്യമായി കാണുക. സുഖകരമായ കാര്യങ്ങൾ ആകർഷിക്കാം. 2 കാര്യങ്ങൾക്ക് ആരെയും നിർബന്ധിക്കരുത്. ഒന്ന് സ്നേഹവും മറ്റൊന്ന് ആരാധനയുമാണ്. രണ്ടും ഹൃദയത്തിൽ നിന്നുള്ളതാണ്. സാമൂഹിക ജീവിയായ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ പരസ്പരം സഹായം ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. ആരെയും ആശ്രയിക്കാതെ ഒരാൾക്കും ജീവിക്കാനാവില്ല. നാം സ്വീകരിക്കുന്ന ഓരോ സഹായത്തിനും നന്ദിയുള്ളവരായിരിക്കുക. സഹതാപം പിടിച്ചുപറ്റി സഹായം സ്വീകരിക്കുന്നത് ഒരു മിടുക്കായി കാണാതിരിക്കുക. സഹായം സ്വീകരിക്കുന്നത് ഒരു അവകാശമായും കാണാതിരിക്കുക. കഴിവതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാം. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നത്. ഈ ലോകത്ത് ആരും ശ്രേഷ്ഠരോ താഴ്ന്നവനോ അതുല്യനോ എന്നൊന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സമാനതകൾ ഇല്ലാത്തവരാണ്. ബന്ധങ്ങളുടെ വേരുകൾ ശക്തമെങ്കിൽ അകലം ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക്
തിരുത്താൻ സാധിക്കാത്തതിനെ ഉപേക്ഷിക്കാനുള്ള ധൈര്യം കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്ന്. ആളുകൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള തോന്നലുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായി ചെയ്യുക.